ഇന്നത്തെ ഈ മീറ്റിംഗ് വിവാഹിതരായവർക്കാണ്. എന്നാൽ നമ്മൾ വിവാഹിതരാകാത്തവരെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഉത്സാഹവും പ്രതീക്ഷയും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകാഗികളായ ചിലർക്ക് അവരുടെ വിവാഹം എപ്പം നടക്കുമെന്നറിയില്ല. ചെറുപ്പക്കാരായ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ അവിശ്വാസികളോടുകൂടെ ഇണയില്ലാ പിണ കൂടരുത്, ഒരു നുകത്തിൽ കൂട്ടിക്കെട്ടരുത്. കാരണം നീതിക്കും അനീതിക്കും തമ്മിൽ എന്ത് പൊരുത്തം? വെളിച്ചത്തിന് ഇരുളിനോട് എന്തു കൂട്ടായ്മ? വേദപുസ്തകം പറയുന്നത് വിശ്വാസികളെയും അവിശ്വാസികളെയും പറ്റിയാണ്. വേദപുസ്തകം പറയുന്നത് വെളിച്ചത്തെയും ഇരുളിനെയും പറ്റിയാണ്. വെളിച്ചത്തിൻ്റെ മക്കളുമുണ്ട്, അതുപോലെ ഇരുളിൻ്റെ മക്കളുമുണ്ട്. വിശ്വാസികളുമുണ്ട്, അതുപോലെ അവിശ്വാസികളുമുണ്ട്. എന്നാൽ നമുക്ക് ആരെയും കുനിഞ്ഞു നോക്കാൻ കഴിയില്ല. എന്നാൽ ഈ കാര്യം നാം അറിയണം, വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഒരാൾ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നു, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ യേശു വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അതൊരു 2-ാം ജനനമാണ്, ഒരു പുതിയ ജനനം. അത് ആത്മീകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറയുകയാണ്, മാനസാന്തരപ്പെടുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. ആദ്യം അവർ മാനസാന്തരപ്പെടുന്നു, അതിനുശേഷം യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. നിങ്ങളുടെ കർത്താവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. ഒരേ സിംഹാസനത്തിൽ 2 കർത്താക്കന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല. ആദ്യം സ്വയത്തെ ആ സിംഹാസനത്തിൽ നടക്കണം, പിന്നെ കർത്താവിനെ അവിടെ കർത്താവായിട്ട് വാഴിക്കണം. അതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുമ്പോൾ മറ്റേ ആളെ ഒരു വീണ്ടും ജനിക്ക വിശ്വാസിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആകെ കൊഴിഞ്ഞു മറിഞ്ഞ ജീവിതം നടത്തുന്ന അനേക ദമ്പതിമാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം അവരെടുത്ത തെറ്റായ തീരുമാനമാണത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പോയി എങ്കിൽ, അതിനുശേഷമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെയും ദൈവം അതിലേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ആ തീരുമാനം ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. നമ്മൾ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനത്തിലെ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കും. ഞാൻ ദൈവവചനം നിങ്ങളെ കാണിക്കാം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ ഐഡിയ അല്ലെന്ന്. ഇത് ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരെന്നും പിശാചിൽ നിന്ന് ജനിച്ചവൻ ആരെന്നും പറയുന്നു. 1 യോഹന്നാൻ 3:9 വാക്യം. ഇംഗ്ലീഷിൽ അത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. ഇനി 10-ാം വാക്യം നോക്കിക്കേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാം വാക്യം. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാനായിട്ട് കഴിയും. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. ഞാൻ ആരുടെ അടുക്കൽ പോയി നീ പിശാചിൻ്റെ മകനാണെന്ന് പറയില്ല, അതല്ല എൻ്റെ ജോലി. അത് ദൈവത്തിൻ്റെ ജോലിയാണ്, അവനാണത് തീരുമാനിക്കുന്നത്. എന്നാൽ നാം ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പം ദൈവമക്കളായിട്ടല്ല നമ്മൾ ജനിച്ചത്, ലൗകികരായ മാതാപിതാക്കളുടെ മക്കളാണ്. ആ പാപപ്രകൃതം നമ്മളിലുണ്ടായിരുന്നു. നാം മുതിർന്നു വന്നപ്പം പിശാചിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ പിശാചിൻ്റെ സ്വഭാവമായ കോപവും ഈർഷ്യവും ഒക്കെ ഉള്ളവരായിട്ട് വളർന്നു വന്നു. പരാതിയും നികളവും പെറുപെറുപ്പും അങ്ങനെ പിശാചിലുള്ളതെല്ലാം നമ്മളിലും ഉണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ അവരിലും ഉണ്ടായി. പിന്നെയാണ് വീണ്ടും ജനനം നമുക്കുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരുന്നു. പിശാചിനോടുള്ള നമ്മുടെ മനോഭാവം വ്യത്യാസപ്പെട്ടു വന്നു. അങ്ങനെ ദൈവമക്കളായി. ദൈവമക്കളെക്കുറിച്ചും പിശാചിൻ്റെ മക്കളെക്കുറിച്ചും വേദപുസ്തകം പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന നിങ്ങൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം. ശരി, ലഘുവായ ഒരു ചോദ്യം, നിങ്ങൾ ഉത്തരം പറയുക. ഒരു ദൈവത്തിൻ്റെ മകൻ പിശാചിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചാൽ അവൻ്റെ അമ്മായിയപ്പൻ ആരായിരിക്കും? അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ മകൻ പിശാചിൻ്റെ മകളെ വിവാഹം കഴിച്ചാൽ ആരാണ് അവരുടെ അമ്മായിയപ്പൻ? ശരി, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം. നിൻ്റെ അമ്മായിപ്പൻ നിരന്തരം നിൻ്റെ വീട്ടിൽ വരുന്ന നിനക്ക് തടയാൻ കഴിയില്ല. നിനക്കതിന് കഴിയുമോ? ഇല്ല.
അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രമോ പണമോ അധികാരമോ അതൊന്നും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് തരത്തില്ല. അത് വേണ്ടാന്നല്ല, അതിനല്ല മുൻഗണന. ആത്മാവും ദേഹിയും ദേഹവുമാണ് മനുഷ്യൻ. ആത്മാവിനാണ് മുൻഗണന. വിവാഹം എന്ന് പറയുന്നത് ആത്മാവിൽ ഒന്നായി ചേരുന്നതാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന രണ്ടുപേര് ഒരുമിച്ച് ചേരുന്നതാണ്. ദേഹിയും ദേഹവും അതിന് ശേഷം മാത്രമാണ് വരുന്നത്. ആത്മാവായിരിക്കണം ഒന്നാമത്. വിവാഹിതരല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. ആ ബുക്ക് സ്റ്റോളിൽ ഞാൻ എഴുതിയ 2 പുസ്തകങ്ങളുണ്ട്. 50 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അറിയുക ഒരു ചെറിയ പുസ്തകമാണ്. അടുത്ത പുസ്തകം ലൈംഗികത, സ്നേഹം, വിവാഹം എന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അതെങ്ങനെ ആയിരിക്കണം. ഇന്ത്യയിലുള്ള നമ്മുടെ എല്ലാ സഭകളിലുമുള്ള ചെറുപ്പക്കാർ നിർബന്ധമായിട്ട് വായിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് വായിക്കുക. പല ഇന്ത്യൻ ഭാഷകളിലും നമ്മളത് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ ദൈവഹിതപ്രകാരമുള്ള വിവാഹ ജീവിതത്തിൽ ചെന്നെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ 2 പുസ്തകങ്ങൾ വായിക്കാനായിട്ട് അധിക സമയം നിങ്ങൾക്ക് വേണ്ട. അത് വായിക്കുക. ഒരു വിവാഹ പങ്കാളിയെ എങ്ങനെ കണ്ടെത്താമെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി തരും. അത് നിങ്ങളെ വളരെ സഹായിക്കും. ഇനിയും ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്, ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്. നിങ്ങളുടെയോ മറ്റാരുടെയോ ആശയമല്ലത്. ദൈവം എന്തുകൊണ്ടാണ് ആദാമിന് വേണ്ടി ഒരു ഭാര്യയെ സൃഷ്ടിച്ചത്? നമുക്കത് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്താണ് അവിടെ പറയുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് ദൈവമാണ് പറഞ്ഞത്. ദൈവം എന്താണ് പറഞ്ഞത്? ഇവന് കുട്ടികൾ ജനിക്കണം, അതുകൊണ്ടൊരു ഭാര്യ വേണം. അല്ല, ചിലർ വിവാഹം കഴിക്കുന്ന മക്കളുണ്ടാകാനാണ്. അത് തെറ്റാണെന്നല്ല, എന്നാൽ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ചിലർ വിവാഹം കഴിക്കുന്നതിനാണ്. എന്നാൽ പ്രാഥമികമായിട്ടും അതല്ല. ഒരു സ്ത്രീയോ പുരുഷനോ ഏകനായിരിക്കുന്നത് നന്നല്ല. അതിനെതിരായിട്ടുള്ള കാര്യം ഒരു കൂട്ടായ്മയാണ്. വിവാഹം പ്രാഥമികമായിട്ടും കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിച്ച് വരുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഈ ലോകത്തിൽ എങ്ങനെയും ജീവിക്കുന്ന ആർക്കും സാധ്യമായ ഒരു കാര്യം മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇന്ന് ഞാൻ പറയും, ഒരു സ്ത്രീക്കും അത് നന്നല്ല. അവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം, അവന് തക്ക ഒരു തുണയെ ഞാൻ കൊടുക്കും. അതിനർത്ഥം നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെ തന്നെയുള്ള, ഒരേ മൂല്യബോധമുള്ള, അങ്ങനെ നിനക്ക് യോജിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീകമായിട്ട് നിന്റെ അതേ ലക്ഷ്യമുള്ള ഒരാളെ. അതുപോലെ നമുക്ക് മക്കൾ ഉണ്ടാകണമെന്നുള്ളത് അതും ദൈവത്തിൻ്റെ താല്പര്യത്തിൽപ്പെടുന്നത് തന്നെയാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ അതേപ്പറ്റിയും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ, ഉൽപ്പത്തി 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, ഭാര്യയോടും ഭർത്താവിനോടും, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. അവിടെ അവർക്ക് മക്കളുണ്ടാകണമെന്നാണ് പറയുന്നത്. അവർക്ക് മക്കളുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. വിവാഹത്തിൻ്റെ 2-ാം ഉദ്ദേശമാണ്, ഒന്നാമത്തേതല്ല. അവരേകരായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞതിന് ശേഷം സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വരാൻ പറഞ്ഞു. അവർക്ക് മക്കളുണ്ടാകണം. അതാണ് 2-ാമത്തെ കാര്യം. അതുകൊണ്ട് വിവാഹബന്ധത്തിൽ ലൈംഗികമായ പ്രക്രിയ ദൈവം തന്നെയാണ് സ്ഥാപിച്ചതെന്ന് നാം അറിയണം. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷിക്കപ്പെട്ട് ഒരുമിച്ച് കൂടിച്ചേരുന്നു. ഒരു സ്ത്രീക്കോ പുരുഷനോ തമ്മിൽ ആകർഷണം ഉണ്ടാകുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു സാധാരണമായ കാര്യമാണ്. എന്നാൽ ഒരേ ലിംഗത്തിലുള്ള 2 ആളുകൾ ഒരുമിച്ച് ആകർഷിക്കപ്പെടുന്നത് അസ്വാഭാവികമായ കാര്യവുമാണ്. എന്നാൽ ഇതുപോലെ വിചിത്ര സ്വഭാവങ്ങളുള്ള ഒരു ലോകത്തിലുണ്ട്. എന്നാൽ വിവാഹം അതെപ്പോഴും ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലായിരിക്കണം. ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ 14-15 വയസ്സാകുമ്പം ഇപ്രകാരം ഒരു ആകർഷണം ഉണ്ടാകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇതൊരു സാധാരണ കാര്യമാണെന്ന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്നാൽ അത് അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം.
അത് നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. കാരണം നീ വിവാഹം കഴിക്കാൻ പോകുന്ന 5-10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം. വിവാഹിതനാകുന്നത് വരെ നീ അതിനെ നിയന്ത്രിക്കണം. എന്നാൽ നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ആ വികാരം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ദൈവവചനത്തെ ഞാനത് കാണിച്ചുതരാം. 1 കൊരിന്തി ദൈവവചനം ഇതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെപ്പറ്റി, എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കണം, മക്കളുണ്ടാകുന്നതിനെ പറ്റി, അതുപോലെ ലൈംഗിക ബന്ധത്തെപ്പറ്റി. 1 കൊരിന്തി 7-ാം അധ്യായത്തിൽ ലൈംഗിക ബന്ധത്തെപ്പറ്റി പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. കാരണം വളരെ കുറച്ച് ആളുകൾ അതേപ്പറ്റി സംസാരിക്കാറുള്ളൂ. 1 കൊരിന്തി 7-ൽ ഇപ്രകാരമാണ് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ലൈംഗിക ബന്ധത്തെ ഒരു കടമായിട്ടാണ് പറയുന്നത്. ഭർത്താവ് തൻ്റെ ഭാര്യയോട് താൻ കടപ്പെട്ടിരിക്കുന്നതാണ് ചെയ്യുന്നത്. അതുപോലെ ഭാര്യയും തൻ്റെ ഭർത്താവിന് താൻ കടപ്പെട്ടിരിക്കുന്നതാണ് ചെയ്യുന്നത്. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിനുള്ള അവസരം തമ്മിൽ നിഷേധിക്കരുത്. ഒരു ഉപവാസത്തിലിരിക്കുമ്പോഴല്ലാതെ, 1 നേരത്തെയോ 2 നേരത്തെയോ ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾ ഉപവസിക്കുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്കുള്ള അവസരത്തിനായിട്ട് തമ്മിൽ സമ്മതത്തോടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. പിന്നെയും നിങ്ങൾ ചേർന്ന് വരണം. 5-ാം വാക്യം. കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് പിശാച് നിങ്ങളെ പരീക്ഷിക്കാനായിട്ടിടയുണ്ട്. നമ്മളിവിടെ കണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധം ദൈവം സ്ഥാപിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പുരുഷൻ്റെ കാര്യത്തിൽ പ്രലോഭനങ്ങളെ ജയിക്കാനായിട്ട്. അതുകൊണ്ട് സ്ത്രീ ഈ മേഖലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ തൻ്റെ ഭർത്താവിനെ പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അതവിടെ ഉത്തരവാദിത്വമാണ്. പല സ്ത്രീകൾക്കും മക്കളോടുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ മേഖലയിൽ ഭർത്താവിനോടുള്ള തൻ്റെ ഉത്തരവാദിത്വം പല സ്ത്രീകളും മനസ്സിലാക്കാറില്ല. പുരുഷനെ പോലെ അത്രയും ലൈംഗികത സ്ത്രീക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾക്ക് പലപ്പോഴും മനസ്സിലാകില്ല ദൈവമാണ് പുരുഷന് ആ താല്പര്യം കൊടുത്തുന്നു, അത് പൂർത്തീകരിക്കേണ്ടത് അവിടെ ഉത്തരവാദിത്തമാണെന്ന് അവൾ മനസ്സിലാക്കണം. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന പോലെ ഭാര്യ ഈ കാര്യം മനസ്സിലാക്കണം. ഭാര്യയ്ക്കല്ല തൻ്റെ ശരീരത്തിന്മേൽ അധികാരമുള്ളത്. എൻ്റെ ശരീരത്തിൽ തുടരുതെന്ന് പറയാനുള്ള അധികാരം ഭാര്യയ്ക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഞാൻ എല്ലാ സ്ത്രീകളോടും പറയുന്നത്, നിൻ്റെ ഭർത്താവിനോട് ഈ മനോഭാവം ഇല്ലെങ്കിൽ നീ ഒരിക്കലും വിവാഹം കഴിക്കരുത്. നീ വിവാഹം കഴിക്കുന്നതുകൊണ്ട് നിൻ്റെ ശരീരത്തിന്മേൽ നിനക്കുള്ള അവകാശമില്ലാതാവും. അത് നിൻ്റെ ഭർത്താവിൻ്റെയാണ്. ഞാൻ പറയുന്ന ഇതല്ല, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെക്കുറിച്ച് മൂഢനും വിവേകമില്ലാത്തവനുമായിരിക്കണമെന്നല്ല. 4-ാം വാക്യത്തിൽ തന്നെ അതിൻ്റെ മറുപുറം ഭർത്താവിനും തൻ്റെ ശരീരത്തിന്മേൽ അധികാരമില്ല എന്നാണ്. ഭാര്യയ്ക്കാണ് അതിന്മേൽ അവകാശം. അതിനർത്ഥം എന്താ? നിങ്ങൾ പറയാണ് അതിൻ്റെ അർത്ഥം ഇതാണ്, അവിടെ ഭർത്താവുമായിട്ട് എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾ തയ്യാറായിരിക്കണം. അവൻ എപ്പോഴും തയ്യാറാണോ? അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നിൻ്റെ ശരീരത്തിന്മേൽ നിനക്കല്ല അധികാരം. അതിനർത്ഥം ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിൻ്റെ കണ്ണിന്മേൽ നിൻ്റെ ഭാര്യയ്ക്കാണ് അധികാരമുള്ളത്. ലൈംഗിക കാര്യത്തിൽ മാത്രമല്ല, അതിന് നീ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കാം. നിൻ്റെ കണ്ണിന്മേൽ അവൾക്ക് അവകാശമുണ്ട്. നീ ഓഫീസിൽ പോകുമ്പോൾ, നീ റോഡിൽ കൂടെ നടക്കുമ്പം, നീ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുമ്പോൾ നിനക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഭർത്താവിന് തൻ്റെ ശരീരത്തിന്മേൽ അധികാരമില്ല എന്ന കാര്യം നീ ഓർക്കണം. അപ്പം നിൻ്റെ ഭാര്യ അവിടെയില്ല. അപ്പോഴും നിൻ്റെ ശരീരത്തിന്മേൽ അവൾക്കാണ് അധികാരം. ഇതുപോലെ നീ നിൻ്റെ ഭാര്യയോട് നിൻ്റെ ശരീരത്തിന്മേൽ എനിക്കാണ് അധികാരം എന്ന് പറയുന്ന പോലെ നിൻ്റെ ശരീരത്തിന്മേൽ നിൻ്റെ ഭാര്യയ്ക്കാണ് അധികാരം. നിൻ്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം അവൾക്കുണ്ട്. നിൻ്റെ ഭാര്യയുടെ ശരീരത്തിന്മേലുള്ള അവകാശം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന നീ നിൻ്റെ ശരീരത്തിന്മേൽ അവൾക്കുള്ള അധികാരം അംഗീകരിക്കുന്നവനാണോ? നിൻ്റെ കണ്ണ് എന്ത് കാണണമെന്ന് അവൾ തീരുമാനിക്കുന്ന അംഗീകരിക്കാൻ നീ തയ്യാറാണോ? ആരെയൊക്കെ കാണണം, ആരെയൊക്കെ കാണരുത്, നിൻ്റെ ഓഫീസിൽ എങ്ങനെ സംസാരിക്കണം, നിൻ്റെ ഭാര്യയുടെ സാന്നിധ്യമില്ലാത്ത ഒരിടത്ത് പല പുരുഷന്മാരും നിയന്ത്രണമില്ലാതെ സംസാരിക്കാറുണ്ട് അവരുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ത്യ വിചാരിക്കും അത് കുഴപ്പമില്ലെന്ന്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിൻ്റെ ഭാര്യ ആ സമയത്ത് ആ ഇടത്തേക്ക് വന്നാൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് തുടരുമോ, അതോ അങ്ങനെ സംസാരിക്കുന്നത് അവസാനിപ്പിക്കുമോ? എങ്കിൽ നിങ്ങൾ സംസാരിച്ച തെറ്റായിരുന്നു. ലൈംഗിക വിഷയത്തിൽ തങ്ങളുടെ ഭാര്യയോട് അവിശ്വസ്തരാകാത്ത അനേക പുരുഷന്മാരും
മറ്റ് സ്ത്രീകളോട് സംസാരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരല്ല. അവർക്ക് വിശ്വസ്തതയില്ല. അവരുടെ ഭാര്യയുടെ സാന്നിധ്യത്തിൽ അവരങ്ങനെ സംസാരിക്കത്തില്ല. അവരുടെ ചിരി അങ്ങനെ ആയിരിക്കുകയില്ല. അവരുടെ ഭാര്യ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ശരീരത്തിന്മേൽ അവനാണ് അധികാരമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിന്മേൽ നിങ്ങൾക്കാണ് അവകാശമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവകാശം നിങ്ങളുടെ ഭാര്യയ്ക്കാണെന്ന് നിങ്ങൾ മറക്കരുത്. വിശുദ്ധനായ ദൈവം നീ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. നിന്റെ ഭാര്യ കാണാത്തപ്പം നീ അവളോട് അവിശ്വസനായിരിക്കുന്നെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ പ്രിയ സഹോദരൻ, ഞാൻ നിന്നോട് പറയട്ടെ, നീ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് വേണ്ടത്. നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ പാപത്തെ നിങ്ങൾ ഗൗരവമായിട്ടെടുക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായിട്ടും രണ്ടാമത് വീണ്ടും ജനിക്കണം. ഒരുപക്ഷെ വീണ്ടും ജനിച്ചതിന് ശേഷം നിങ്ങൾ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടാവും. നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഒരു നല്ല ഭർത്താവോ ഭാര്യയോ ആകാനായിട്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? സൈക്കോളജിയും മറ്റ് പല പുസ്തകങ്ങളും ഒക്കെ പല കാര്യങ്ങളായിരിക്കാം പറയുന്നത്. ദൈവവചനം എന്താ പറയുന്നത് ഞാൻ പറയാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. 24-ാം വാക്യം, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ശരി, നല്ലത്. അതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 22-ാം വാക്യം അനുസരിക്കാൻ ഭർത്താക്കന്മാരല്ല ഭാര്യമാരെ ഉപദേശിക്കേണ്ടത്. കാരണം 22-ാം വാക്യം ഭർത്താക്കന്മാർക്കുള്ളതല്ല, അത് ഭാര്യമാരോടാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കരുതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയില്ലേ? പിന്നെന്തിനാ ഭർത്താവ് അവർക്ക് എഴുതിയത് വായിക്കുന്നത്? അതവർ വായിക്കട്ടെ. അതുകൊണ്ട് ഭാര്യമാരെ ഭർത്താവിന് കീഴടങ്ങുവിൻ എന്ന് പറയുന്നത് ഭാര്യമാർ വായിക്കട്ടെ. അവളത് വായിച്ചില്ലെങ്കിൽ അവൾ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും. ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ടി എഴുതിയൊരു കത്തുണ്ട്. അതെന്താ? 25-ാം വാക്യം, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അതുകൊണ്ടൊരു ഭർത്താവ് പറയാണ്, നീ എന്നെ അനുസരിക്കണം, കാരണം ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. അവൻ മറ്റാർക്കും എഴുതിയ കത്ത് വായിച്ചാണ് അത് പറയുന്നത്. അതൊരു കുറ്റകൃത്യമാണ്. അല്ലെങ്കിൽ ഭാര്യ പറയണം, കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിക്കണം. അവളും മറ്റാർക്കും എഴുതിയ കത്ത് തുറന്ന് വായിക്കുകയാണ്. ഓരോരുത്തരും അവർക്ക് വേണ്ടി എഴുതിയ കത്താണ് വായിക്കേണ്ടത്. മറ്റാർക്കും എഴുതിയ കത്ത് വായിക്കാനാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രവണത. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളോട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുക. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുക. പൂർണ്ണമായിട്ടും നമുക്കത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ അതിനായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ടോ? കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ എൻ്റെ ഭാര്യയെ ഇന്ന് എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എവറസ്റ്റ് പർവ്വതം പോലെ വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. എവറസ്റ്റ് അല്ല, സ്വർഗം പോലെ ഉയർന്നതാണ്. എന്നാൽ 51 കൊല്ലം മുമ്പ് ഞാൻ വിവാഹം കഴിച്ച സമയത്തേക്കാൾ അതിന് മെച്ചപ്പെട്ടതാണ്. കഴിഞ്ഞ 2 വർഷത്തേക്കാൾ ഇന്നത് വളരെ മെച്ചപ്പെട്ടതാണ്. ഞാൻ ആ പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ. എന്നെ നിഷേധിക്കുക, യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. അതൊരു പർവ്വതം കയറുന്ന പോലെയാണ്. ഞാൻ സാവധാനം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളവിടെ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുക. അവൻ തൻ്റെ സഭ തൻ്റെ കാന്തയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ വെച്ചു കൊടുത്തു. എല്ലാ മേഖലകളിലും അവൻ തന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകി. ഞാനും എൻ്റെ ഭാര്യയുടെ കാല് കഴുകാൻ തയ്യാറായിരിക്കണം. ജഡീകമായിട്ടല്ല. അവിടെ കാല് അഴുക്ക് പുരണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ആ കാലത്ത് അവർ ചെരുപ്പ് ധരിച്ചാണ് നടന്നിരുന്നത്. എല്ലാവരുടെയും കാലുകൾ അഴുക്കാകുമായിരുന്നു. പൊടിയും ചെളിയുമുള്ള റോഡ്. അവർ വീട്ടിൽ കയറുമ്പം അവരുടെ കാലിൽ ചെളിയുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ കാലുകൾ കഴുകുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നെന്താണ്? അത് ഞാൻ ചെയ്യുക, അതിലവളെ സഹായിക്കുക. അവിടെ ഒരുപക്ഷെ അന്ന് വീട് വൃത്തിയാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരുപക്ഷെ ബാത്റൂമോ ടോയ്ലറ്റോ അടുക്കളയോ, ഒരുപക്ഷെ കിച്ചൻ്റെ സിങ്കായിരിക്കാം, അല്ലെങ്കിൽ തറ വൃത്തിയായിരിക്കാം. അതെന്തായിരുന്നാലും അതിനവളെ സഹായിക്കുക. അതിനും എല്ലാം അപ്പുറത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ജോലിയാകാം. കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മാറ്റുന്നതാകാം. ഇതുപോലെ എന്തെങ്കിലും ആകാം. അങ്ങനെ എൻ്റെ ഭാര്യയെ സഹായിക്കുന്നത്. അതാണ് ആ കാല് കഴുകുന്നത്. ഞാൻ വിചാരിക്കുന്ന പലപ്പോഴും ഭർത്താക്കന്മാർ അത് കാര്യമാക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നത് ഞാനാണ് തല, ഞാനിതൊന്നും ചെയ്യേണ്ടവനല്ല. വലിയ തല യേശു ആയിരുന്നെന്ന് മറക്കരുത്. അവൻ തന്നെയാണ് ശിഷ്യന്മാർ കാൽ ചൂണ്ടിച്ചെന്നത് കഴുകിയത്. അങ്ങനെയാണ് അവൻ സഭയെ സ്നേഹിച്ചത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ദൈവത്തിന് കീഴടങ്ങേണ്ടത്? 1 പത്രോസ് 3-ാം അധ്യായത്തിൽ
ദൈവവചനത്തോട് കീഴടങ്ങാത്ത ഒരു ഭർത്താവിനോട് ഭാര്യ എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നുണ്ട് 1 പത്രോസ് 3:1, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ആരെങ്കിലും നേടണമെങ്കിൽ പ്രസംഗിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, ഇവിടെ പറയുന്ന പ്രസംഗിക്കാതെ നിങ്ങളുടെ ഭർത്താവിനെ നേടാമെന്നാണ്. ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നടപ്പിനാൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നേടാൻ കഴിയും. ഭാര്യമാർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എഫേസ്യർ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഇവിടെ ദൈവവചനം പറയുന്നത് ഒരു ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ ഒരു ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ലൈംഗികതയാണ് ഒരു ഭർത്താവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയുമായിരിക്കും. എന്നാലല്ല, അത് രണ്ടാമത്തേതായിരിക്കാം. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് വേണ്ടി ഒന്നാമത്തെ കാര്യം ലൈംഗികത ഒരു വേശ്യയ്ക്കും നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയും. അങ്ങനെയല്ല ഒരിക്കലും വേണ്ടത്. അത് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് മാത്രമായിരിക്കണം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എഫേസ്യ ലേഖനം 5:33 വാക്യം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടാകുന്നു. ഇംഗ്ലീഷിൽ അത് ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനമാണ്. നീ എൻ്റെ തലയാണ്, എൻ്റെ ഈ കുടുംബത്തിൻ്റെ തലയായിട്ടാണ് ദൈവം നിന്നെ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ, നീ പൂർണ്ണനല്ല, എങ്കിലും നീയാണ് എൻ്റെ തല. അതുകൊണ്ട് എൻ്റെ തലയായിട്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. നീ അവനെ ബഹുമാനിക്കേണ്ടത് അവൻ പൂർണ്ണനായതുകൊണ്ടോ മിടുക്കനായതുകൊണ്ടോ സൗന്ദര്യമുള്ളവനായതുകൊണ്ടോ അല്ല. നീ അവനെ ബഹുമാനിക്കേണ്ടത് ഒരിക്കൽ നീ അവനെ നിൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുകൊണ്ടല്ല നീ ആ തീരുമാനമെടുത്തത്. അല്ല, നീ സ്വയമായി അവനെ തിരഞ്ഞെടുത്തതാണ്. അവനെ ഒരു മോതിരം അണിയിച്ചോ മറ്റോ ആയിരിക്കും. നിന്നെ എൻ്റെ ഭർത്താവായിട്ട് എടുക്കുന്നു. ആ ദിവസം മുതൽ നിങ്ങളുടെ തലയായിട്ട് അവനെ സ്വീകരിച്ചു അവനെ ബഹുമാനിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും തങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? എന്നോടതിൻ്റെ ഉത്തരം പറയണ്ട. ഭർത്താവ് തൻ്റെ ഭാര്യയോട് അത് ചോദിക്കണ്ട. ഭാര്യ അതിന് ഉത്തരം ദൈവത്തോട് പറയണം. ശരി, ഭാര്യ ഭർത്താവിൽ നിന്ന് ഒന്നാമത് ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ പറയട്ടെ, അതൊരു പൂച്ചെണ്ട് മേടിച്ചു കൊടുക്കുന്നതല്ല. അത് നിസ്സാരമാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഒരു പൂവ് പോയി മേടിക്കാം, അല്ലെങ്കിൽ സമ്മാനം. അതിനേക്കാൾ 1000 തവണ പ്രയാസമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇതേ വാക്യത്തിൽ തന്നെ എഫേസ്യർ 5:33, നിന്റെ ഭാര്യയെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 29-ാം വാക്യത്തിൽ പറഞ്ഞു, ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ പകയ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിനെ നിങ്ങൾ സംരക്ഷിക്കുന്നു. 28-ാം വാക്യത്തിൽ ഔവണ്ണം ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഭാര്യ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. തലയെന്ന് നിങ്ങൾ പറയുമ്പോൾ ലോകത്തിൽ തലയെന്ന് 2 തരത്തിൽ പറയാറുണ്ട്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തല. ഈ ശരീരത്തിൻ്റെ തലയും അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ് ഓഫ് ദ കൺട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളെപ്പറ്റി ഒരു ചിന്തയും ഉണ്ടായിരിക്കണമെന്നില്ല. ഈ ജോലി ചെയ്തു തീർക്കണം. നീ മടിയനാണോ, ഉറക്കം വരുന്നോ, നീ എന്തായാലും ഈ ജോലി നാളെ രാവിലേക്ക് മുമ്പ് ചെയ്തു തീർക്കണം. ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. നീ അത് ചെയ്തിരിക്കണം. അവർ വളരെ കർക്കശക്കാരാണ്. എന്നാൽ ഈ ശരീരത്തിൻ്റെ തല അത് വ്യത്യസ്തമാണ്. ശരീരത്തിൻ്റെ തലയും അവയവങ്ങൾക്ക് ചില കൽപ്പനകൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു പിയാനോ വായിക്കുകയാണ്. നിങ്ങളുടെ വിരലുകളും കണ്ണും കൈയുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം. എല്ലാ അവയവവും ആ കൽപ്പന അനുസരിക്കുന്നു. എന്നാൽ തല ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ ഒരു മുറിവുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ കൈകളിൽ പെട്ടെന്ന് തന്നെ തല നിങ്ങളുടെ മറ്റേ കൈയോട് പറയും എന്തെങ്കിലും പോയി ചെയ്യുക.
എന്തെങ്കിലും മരുന്ന് അവിടെ പുരട്ടുക, എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു ഉറുമ്പ് മറ്റേ കയ്യിൽ കടിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു കൊതുക് വന്ന് നിങ്ങളുടെ കയ്യിൽ കടിക്കുന്നു, പെട്ടെന്ന് തന്നെ തല പറയും. മറ്റേ കൈ കൊണ്ട് അതിനെ അടിച്ചു കൊല്ലുക. അതാണ് ആ തലയ്ക്ക് ശരീരത്തോടുള്ള കടപ്പാട്. ഒരു ചെറിയ കൊതുക് നിങ്ങളുടെ കയ്യിൽ വന്നിരുന്നാൽ തന്നെ മറ്റേ കൈയോട് പറയാം അതിന് ഓടിച്ചു വിടാൻ, കാരണം ശരീരം വേദനിക്കരുത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ട അങ്ങനെയാണ്. അതാണ് സ്നേഹം. നാം ആരും അതിൽ പൂർണ്ണരല്ല, ആരും അതിൽ പൂർണ്ണരായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന തല എന്താണെന്നാണ്. തലയെന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി കരുതുന്നവനുമാണ്. അതുകൊണ്ട് ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഭർത്താവിനെ ബഹുമാനിക്കണം, അവിടെ തലയായിട്ട്, അവിടെ കുടുംബത്തിലെ അധികാരിയായിട്ട്. വചനം അനുസരിക്കുന്നതിനല്ലെങ്കിലും അവന് കീഴ്പ്പെട്ടിരിക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യാൻ അവൻ പറയുന്നെങ്കിൽ എങ്കിൽ ബഹുമാനത്തോടെ നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, നീ എൻ്റെ തലയാണ്. എന്നാൽ നിനക്ക് മീതെ മറ്റൊരു തലയുണ്ട്, അത് ദൈവമാണ്. ഞാൻ അവൻ്റെ അധികാരത്തിലാണ് നീ എന്നോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിൽ ചെയ്യരുതെന്ന് ദൈവം എന്നോട് പറയുന്ന കാര്യമാണ്. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും എനിക്കത് ചെയ്യാൻ കഴിയില്ല. അവനൊരു വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങാൻ പറഞ്ഞാൽ, കള്ളം പറയാൻ പറഞ്ഞാൽ, ഒരു വ്യാജ പ്രമാണത്തിൽ ഒപ്പിടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനായിട്ട് അവൻ നിങ്ങളോട് പറഞ്ഞാൽ, എങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ പറയണം, ധാർഷ്ട്യത്തോടെ അല്ല, സ്നേഹത്തോടെ കീഴ്പ്പെട്ട് പറയുക, എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം എൻ്റെ ദൈവം അത് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്ന ഏത് കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇത് പറയാൻ കാരണം ഇതുപോലുള്ള അനേക സാഹചര്യങ്ങൾ നാം കടന്നു പോകാറുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ നാടായ ഇന്ത്യയിൽ. കാരണം ഒരുപക്ഷെ ഭർത്താവ് ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരാളായിരിക്കാം. തൻ്റെ ഭാര്യയും വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. എന്നാൽ അവൾ പറയണം, എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവവചനത്തോട് നീ അനുസരണക്കേട് കാണിക്കണമെന്നല്ല. അല്ല, ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ വീടിൻ്റെ തല അവളായിരിക്കണമെന്നല്ല. അല്ല, അതുകൊണ്ട് കാര്യങ്ങൾ മറുതലയിലേക്ക് എത്താതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവവചനം സമതുലിതമാണ്. ഇത് നാം തിരിച്ചറിയുന്ന മനോഹരമാണ്. സഭയും കർത്താവുമായിട്ടുള്ള ആ ബന്ധം അത് 31, 32 വാക്യങ്ങളിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടുപറിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ശരീരമാകും. ഈ മർമ്മം വലിയത്. ഒരു ദേഹമാവെന്ന് പറഞ്ഞാൽ ലൈംഗികതയല്ല, അതല്ല അതിൻ്റെ അർത്ഥം. അല്ല, അതിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശത്തിന് പറയുന്നു. അത് ജഡീക ബന്ധമല്ല. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അത് ആത്മീകമാണ്. അവൻ ഇതാണ് പറയുന്നത്, ഈ ലോകത്തിൽ മനുഷ്യനും സ്ത്രീയും ലൈംഗിക ബന്ധത്തിൽ ഒന്നാവും. ക്രിസ്തുവും സഭയും ആത്മാവിൽ ഒന്നായിത്തീരുകയാണ്. നീയും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ മാതൃക തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം ആത്മാവിൽ കൂടുതൽ ഒന്നാകണം. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ആത്മാവിലുള്ള ഒരുമ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ശാരീരിക ബന്ധത്തിലൂടെ ആകാം ആദ്യ നാളുകളിൽ നിങ്ങൾ ഒന്നായിരുന്നു. എന്നാൽ ആത്മാവിൽ നിങ്ങൾ ഒന്നാകാനായിട്ട് കൂടുതൽ നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ അധ്വാനിക്കണം. ലോകത്തിലുള്ള ആളുകൾ പറയാറുണ്ട്, ശരിയായ തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന് ഇതുപോലെ ചിലത് നിങ്ങൾ ചെയ്യണം. എന്നാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്നുള്ള ആത്മീയ ബന്ധത്തിന് ഇതിൽ കൂടുതൽ അധ്വാനം ആവശ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ആത്മീയ മാനം നിങ്ങൾ കാര്യമാക്കുന്നില്ലെങ്കിൽ നീ ഒരു മൃഗത്തിൻ്റെ നിലവാരത്തിലേക്ക് താണുവരും. മൃഗങ്ങൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്, അതുപോലെ ഒരു ഭാര്യയും ഭർത്താവും ജഡികമായിട്ട് നോക്കിയാൽ ഒരുപോലാണ്. അതിൻ്റെ ഫലവും ഒരുപോലാണ്, മക്കൾ ജനിക്കുക. ഒരു ആൺനായയും പെൺനായയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം വ്യത്യാസമാണ്. അതിനൊരു പട്ടിക്കുട്ടി ജനിക്കും. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അതല്ല. മൃഗങ്ങളുടെ തമ്മിലുള്ള ഇണചേരലിൽ ആത്മീയമായിട്ട് ഒന്നായി ചേരുക എന്നുള്ളൊരു കാര്യം സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഭർത്താവും ഭാര്യയുമായിട്ട് ഇതുപോലൊരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ആത്മീയ മാനം സംഭവിക്കുന്നില്ലെങ്കിൽ, അത് ജഡത്തിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ മക്കളെയൊക്കെ പരിപാലിക്കുന്നവനാണ്. ഒരു നായയും അതുപോലെ ഒരു സിംഹവും അതും അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിപാലിക്കുന്നെന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല. മൃഗങ്ങളും അത് ചെയ്യാറുണ്ട്. എന്നാൽ മൃഗങ്ങൾക്കില്ലാത്ത ആത്മാവിൽ ഒന്നായി ചേരുന്ന ആ ബന്ധം നീയും നിൻ്റെ ഭാര്യയുമായിട്ട് നിനക്കുണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൃഢമായി നിലനിർത്തുന്നത്. അതിന് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇപ്രകാരം ഒരു പറച്ചിലുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് തുടരും. നിങ്ങളുടെ പ്രാർത്ഥന അർത്ഥമുള്ളതായിരിക്കണം. ആചാരപരമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കാര്യമല്ല.
ഞാൻ വിശ്വസിക്കുന്നു കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടണം. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ. അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുമ്പം, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് തുടരുമ്പം അവർ വിനോദങ്ങളിൽ ഏർപ്പെടണം. കുടുംബങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യണം. ചിലർ വളരെ ഗൗരവക്കാരാണ്, മക്കളോടൊപ്പം കളിക്കില്ല. ഗൗരവക്കാരായ ചില ഭർത്താക്കന്മാർ ഭാര്യയോട് തമാശ പറയില്ല, അതുപോലെ ഭാര്യ ഭർത്താവിനോടും തമാശകൾ പറയില്ല. അനേക വർഷങ്ങളായിട്ട് ഞാൻ അനേക വിശ്വാസികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ. ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, അതിന് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം കാണിക്കാൻ കഴിയില്ല എനിക്ക്. എന്നാൽ അനേക വർഷങ്ങളായിട്ട് അനേക കുടുംബങ്ങളെ കാണുകയും അനേക വിശ്വാസികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത ശേഷം ഞാൻ മനസ്സിലാക്കിയത്, അതുപോലെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലും സഹോദരിമാർ തമ്മിലുള്ള ബന്ധത്തിലും ഞാൻ ആത്യന്തികമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, എന്താണ് ശരിയായ ഒരു ബന്ധത്തിൻ്റെ പരിശോധന? സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിൽ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർ ഒരുമിച്ച് സഭയിൽ പോകുന്നവരാണെന്നുള്ളതല്ല. ഒരുമിച്ച് സഭയിൽ പോയി വീട്ടിൽ വഴക്കുണ്ടാക്കാം അവർക്ക്. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുമല്ല. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരുമിച്ച് വേദപുസ്തകം വായിക്കുന്നതോ. പിന്നെ എന്താണ്? ഒരുമിച്ച് തമാശകൾ പറയുന്നത്. നിൻ്റെ ഭാര്യയോട് നിനക്കൊരു തമാശ പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയായതല്ല. നിൻ്റെ ഭർത്താവിനോടൊരു തമാശ പറയാൻ കഴിയില്ലെങ്കിൽ നിനക്ക് അവനുമായിട്ടുള്ള ബന്ധം അത് ശരിയായിട്ടുള്ളതല്ല. അതിന് ഞാനൊരു തെളിവ് തരാം. ഭാര്യയും ഭർത്താവിനെയും മറന്നുകളെ, രണ്ട് സഹോദരന്മാർ, അവർക്കിടയിൽ മാനസികമായ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ചിന്തിക്കുക. അവനോട് ഒരുമിച്ച് വേദപുസ്തകം വായിക്കാൻ കഴിയുമോ? കഴിയും. അവനോടൊപ്പം സഭയിൽ പോകാൻ കഴിയുമോ? കഴിയും. അവനോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാമോ? പറ്റും. അവനോട് തമാശ പറയാൻ കഴിയുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് അവനോടൊരു നല്ല ബന്ധമില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ പരിശോധിച്ച് നോക്കൂ. നിങ്ങളുമായിട്ട് സംഘർഷമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടായി. അപ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കുടുംബ പ്രാർത്ഥന ഒരു ആചാരമായിട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് തമാശ പറയാൻ പറ്റുമോ? അതെന്താ തെളിയിക്കുന്നത്? അത് നിൻ്റെ ബന്ധത്തിൻ്റെ ഒരു പരിശോധനയാണ്. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്ന ഒരു കാര്യമാണത്. ഞാനൊരു 100 വയസ്സായാലും എനിക്ക് എൻ്റെ ഭാര്യയോട് തമാശ പറയാൻ കഴിയണം. എന്തുകൊണ്ട് പറ്റില്ല? എൻ്റെ ഭാര്യയുമായിട്ടൊരു നല്ല ബന്ധം എനിക്ക് എപ്പോഴും വേണം. എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അവരോടും എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ തമാശ പറയുമ്പോൾ അവരെ വ്യക്തിപരമായിട്ട് കളിയാക്കുകയല്ല, എന്നെ സംബന്ധിച്ചുള്ളൊരു തമാശ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഒരാളെ അപമാനിക്കുകയല്ല. നമ്മുടെ തമാശകൾ ഒരിക്കലും മറ്റുള്ളവരെ അപമാനിക്കുന്നതായിരിക്കരുത്. നിൻ്റെ ഭാര്യയെ കളിയാക്കുകയല്ല, അത് തമാശയല്ല, അത് അവരെ അപമാനിക്കുകയാണ്. ഇത് മറക്കരുത്. നാം ഒരുമിച്ച് സന്തോഷമായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ ചോദിക്കും, യേശു തൻ്റെ ശിഷ്യന്മാരോട് തമാശ പറഞ്ഞ ഏതെങ്കിലും ഒരു അവസരമുണ്ടോ? അതൊന്ന് കാണിച്ചു തരാമോ? ശരി, ഇത് നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കണം. വെറുതെ ആ വാക്യം വായിക്കുകയല്ല. നിങ്ങൾ ആ സാഹചര്യം കണ്ടേ, നിങ്ങൾ ആ സാഹചര്യം സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം. ഇവിടെ പത്രോസും മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോകുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. യോഹന്നാൻ 21:3. ആ രാത്രി അവരൊന്നും പിടിച്ചില്ല. ഇപ്പം എൻ്റെ ചോദ്യം, ഇപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു, അവനെല്ലാം അറിയാം. അവനറിയാമായിരുന്നു അവർ മീൻ പിടിക്കുകയായിരുന്നെന്ന്. ശരിയാണോ തെറ്റാണോ? അറിയാമോ ഇല്ലയോ? അറിയാമായിരുന്നു. അവരൊന്നും പിടിച്ചില്ലെന്ന് അവനറിയാമായിരുന്നു. അറിയാമായിരുന്നു. എന്നാൽ അവന് നർമ്മബോധം ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾ മീൻ പിടിക്കാൻ പോയതല്ലേ? 5-ാം വാക്യം. ശരി കൂട്ടുകാരെ, വല്ലോ മീനും കിട്ടിയോ? അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ മന്ദഹാസം എനിക്ക് കാണാൻ കഴിയും. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും ആ നർമ്മബോധം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിലും നർമ്മബോധമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. യേശു ഇത് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റതിന് മുമ്പല്ല, ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. ഞാൻ ചിന്തിക്കുന്ന സ്വർഗത്തിൽ ഒരു നർമ്മബോധമില്ലെങ്കിൽ അത് വിരസമായ ഒരിടമായിരിക്കും. മനുഷ്യനായി തീർന്ന യേശുവാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. നർമ്മം വളരെ ശുദ്ധമാണ്. എന്നാൽ പിശാച് അതിനെ ഈ ലോകത്തിൽ വക്രീകരിച്ചു. ലൈംഗിക തമാശകളായിട്ടും വൃത്തികെട്ട തമാശകളായിട്ടും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന തമാശകൾ. സ്വർഗീയമായ ശുദ്ധമായ നർമ്മങ്ങളുണ്ട്.
സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഞാൻ യേശുവിലും കണ്ടത്. ഓ കൂട്ടുകാരെ, നിങ്ങൾ കഴിഞ്ഞ രാത്രി മീൻ പിടിക്കാൻ വന്നാലേ എന്തെങ്കിലും മീൻ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? ഇല്ല. ശരി, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. നിങ്ങൾ രാവിലെ തൊട്ട് വയ്യോളം എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയൊരു സർക്കസിൽ ചേരണം. സർക്കസിൽ ഈ ജോക്കർമാരൊക്കെ ഉണ്ടല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ജീവിതത്തിലെ സാധാരണ കാര്യത്തിൽ രസകരമായ ഒരു കാര്യം നിങ്ങൾ കണ്ടു, അവിടെ ഒന്ന് ചിരിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിരി പിശാച് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല, മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത ഒരു കഴിവാണത്. ഒരുമിച്ച് തമാശ പറയാനും ചിരിക്കാനായിട്ടും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധത്തെ ശോധന ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരുമ എങ്ങനെയാണ് ദൈവം എന്നെ തന്നോടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്? അതാണ് അതിൻ്റെ മാതൃക. ദൈവമാണ് അതിൻ്റെ മാതൃക. ക്രിസ്തുവിനെയും എന്നെയും യേശു എന്നോടൊന്നാകാൻ ആഗ്രഹിച്ചപ്പോൾ ഇവിടെ ഞാനൊരു പ്രശ്നക്കാരനാണ്, അവൻ പൂർണ്ണനും, ഞാനൊരു വലിയ പ്രശ്നക്കാരൻ. ആരാണ് ആദ്യത്തെ ചുവട് വെച്ചത്? പ്രശ്നക്കാരനാണോ അതോ പൂർണ്ണനായ അവനായിരുന്നു? യേശുവായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഭർത്താവും ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ടാകുന്നു. ഏത് കുടുംബജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം. അവിടെ ഒരു സംഘർഷം തുടങ്ങുന്നു. ആ കൂട്ടായ്മ തിരിച്ചു കൊണ്ടുവരാൻ ആദ്യത്തെ ചുവട് ആരായിരിക്കണം എടുക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഭർത്താവ് പറയും, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ തല, ഞാനിവിടെ വഴങ്ങേണ്ട ആവശ്യമില്ല, അവൾ വരട്ടെ, അവൾ തന്നെ താഴ്ത്തി എൻ്റെ അടുക്ക വരട്ടെ. ഭാര്യ പറയും, ഞാനിവിടെ എന്തിനു താഴ്ന്നു കൊടുക്കണം, എൻ്റെ ഭർത്താവ് അവനാണ് കുടുംബത്തിൻ്റെ തല, ഈ ബന്ധം പുനഃസ്ഥാപിക്കേണ്ട അവൻ്റെ ചുമതലയാണ്. ഇതിൻ്റെ ഉത്തരം എന്താ? ഇതിൻ്റെ ഉത്തരം ഇതാണ്: ക്രിസ്തുവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ആരാണ് ആദ്യത്തെ ചുവടെടുത്തത്? കൂടുതൽ ആത്മീയൻ ആരോ അവനായിരുന്നു. ആരാണ് മുൻകൈ എടുത്തത്? കൂടുതൽ ആത്മീയനായിരുന്നവൻ. ക്രിസ്തു ആയിരുന്നു എന്നേക്കാൾ കൂടുതൽ ആത്മീയൻ. എന്നോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് അവനായിരുന്നു. നിങ്ങൾ ഭാര്യയോ ഭർത്താവോ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരായിരിക്കണം മുൻകൈ എടുക്കേണ്ടത്? ഭാര്യയോ ഭർത്താവോ അല്ല. ആരാണ് അവരിൽ കൂടുതൽ ആത്മീയൻ? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ടുപേരും ചിന്തിക്കും, ഞാനാണ് കൂടുതൽ ആത്മീയൻ. എങ്കിലവർ ഓടി തമ്മിൽ ആശ്ലേഷിക്കണം. അങ്ങനെ ആയിരിക്കണം ആ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത്. എന്നാൽ നീ ചിന്തിക്കുകയാണ് നീയാണ് കൂടുതൽ ആത്മീയൻ, എങ്കിൽ നീ തന്നെ മുൻകൈ എടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവണം. ഞാൻ വിചാരിക്കുന്നു ഇതാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ക്രിസ്തു മടങ്ങി വരുന്നതുവരെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല നിങ്ങളുടെ വിവാഹ ജീവിതങ്ങളിൽ. വേദപുസ്തകം വളരെ പ്രായോഗികമാണ്. യേശുവിനെ നിങ്ങളുടെ മാതൃകയായിട്ട് എപ്പോഴും നോക്കിയാൽ സകല സാഹചര്യങ്ങളും നിങ്ങൾക്കതിനൊരു ഉത്തരവുണ്ടായിരിക്കും. പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് ഈ പ്രോഗ്രാം അവൻ കാണുമോ? അവൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കുമോ? ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം കാണേണ്ട ആവശ്യം നമുക്കുണ്ടോ? ആ ടെലിവിഷൻ ഓഫ് ചെയ്യൂ. നിങ്ങളെ അനുസരണമില്ലാത്ത ഒരാളാണെങ്കിൽ അവൻ പറയും, ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്. അവൻ പയ്യെ എഴുന്നേറ്റ് അങ്ങ് പോവും. നിനക്ക് പിന്നെയും അവിടെ ഇരുന്ന് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാം. എത്ര വലിയ ദുരന്തമാണത്! ഭാര്യ ഭർത്താക്കന്മാരെ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കരുത്. യേശുവിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ കാര്യവും കർത്താവ് അംഗീകരിക്കുന്നതായിരിക്കണം. ഭക്ഷണത്തിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം എത്ര ഭാര്യ ഭർത്താക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിച്ച് കേൾക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന്. ഓ ഇല്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ലൈംഗിക ബന്ധം ഒരു മോശപ്പെട്ട കാര്യമായതുകൊണ്ടോ? എവിടുന്നാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്? സിനിമകളിൽ നിന്ന്. നീ പല സിനിമകളും കാണാറുണ്ട്. ലൈംഗിക ബന്ധം മോശപ്പെട്ട കാര്യമാണ് നീ മനസ്സിലാക്കുക അവിടുന്ന്. ആരംഭത്തിൽ ദൈവം ലൈംഗിക ബന്ധം സൃഷ്ടിച്ചപ്പോൾ വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ സൃഷ്ടിച്ചതിനെയൊക്കെ നോക്കിയിട്ട് അവൻ എന്താണ് പറഞ്ഞത്? എന്താ? വളരെ നല്ലത്. ഉൽപ്പത്തി 1 അവസാനത്തെ വാക്യം. അതിൽ ലൈംഗികതയും ഉണ്ടായിരുന്നോ?
ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പെരുകി വർദ്ധിച്ചു വരണം. അവൻ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ തമ്മിൽ തമ്മിൽ കൈ കൊടുത്ത് വർദ്ധിച്ചു വരണമെന്നാണോ? ശാരീരികമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നതിനെ പറ്റിയാണ്. അത് വളരെ നന്നെന്ന് അവൻ പറഞ്ഞു. വിവാഹിതരായ ദമ്പതികളോട് ഒന്നാമതവൻ പറഞ്ഞ അതാണ്. ശാരീരിക ബന്ധത്തിലൂടെ മക്കളുണ്ടായി വർദ്ധിച്ചു വരണം. അത് നന്നെന്ന് അവൻ പറഞ്ഞു. അത് മോശപ്പെട്ട ഒരു കാര്യമല്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനേക വിശ്വാസികളുടെ മനസ്സ് മലിനമായിരിക്കുകയാണ്. സിനിമകൾ കണ്ട് ലൈംഗികത ഒരു മോശപ്പെട്ട കാര്യമാണ് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ വ്യത്യാസപ്പെടും. ദൈവം കാണുന്നത് പോലെ നിങ്ങളതിനെ കാണണം, ശുദ്ധിയുള്ളതായി. മറ്റൊരു സ്ത്രീയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നെങ്കിൽ അത് പൈശാചികമാണ്. നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടുമ്പോൾ മറ്റൊരു സ്ത്രീയെ നീ സങ്കല്പിക്കരുത്. അത് ദുഷ്ടതയാണ്, പൈശാചികമാണ്, വൃത്തികെട്ടതാണ്. അതിന് കർത്താവിനോട് ക്ഷമ ചോദിക്കുക, മാനസാന്തരപ്പെടുക. അല്ലെങ്കിൽ നീ ഗൗരവമുള്ള ക്രിസ്ത്യാനിയല്ല. അനേക വിശ്വാസികളും അവരുടെ ചിന്താ ജീവിതത്തെക്കുറിച്ച് അവർ ശ്രദ്ധയുള്ളവരല്ല. വിവാഹ ജീവിതത്തിലെ ലൈംഗിക ബന്ധം ഉയർന്ന നിലവാരമുള്ളതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു തൻ്റെ ക്രൂശിലാണ് മരിച്ചത്. മനസ്സിലായോ? നീയും നിന്റെ ക്രൂശെടുത്ത് അതിൽ മരിക്കണം. ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ക്രൂശിൽ അവൾ മരിക്കണം. ഭർത്താവും അതുപോലെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ക്രൂശിൽ മരിക്കണം. ആ ക്രൂശിൽ അവർ തന്നെയാണ് മരിക്കുന്നത്. ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭർത്താവിനെ ക്രൂശിക്കുകയല്ല, അല്ലെങ്കിൽ ഭാര്യയെ, അല്ലെങ്കിൽ റോമാ പട്ടാളക്കാർ യേശുവിനെ ക്രൂശിച്ച പോലാണ്. അല്ല, യേശു ക്രൂശിക്കപ്പെടാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുത്തു. എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഞാൻ എന്നെ തന്നെ ക്രൂശിക്കണം. യേശു അങ്ങനെ ക്രൂശിൽ മരിച്ചത് എന്നോടൊന്നായി തീരാനാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഒരു ക്രൂശുണ്ടാകണം. അങ്ങനെ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നാം എത്തിച്ചേരത്തുള്ളൂ. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എങ്ങനെ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണമെന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തണം. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുപോലെ ഭർത്താവിനെയും. ഞങ്ങളുടെ വീട്ടിൽ കർത്താവുണ്ട് എന്ന കാര്യം അവർ കാണുമ്പം ആ മക്കൾ അവരും ആഗ്രഹിക്കും അവർക്കും അതുപോലൊരു ജീവിതം വേണമെന്ന്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾ എത്ര വെളിപ്പെടുത്തുന്നുണ്ട്. ക്ഷമിക്കുന്നതിൽ, തമ്മിൽ തമ്മിൽ കരുതുന്നതിൽ, ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നതിൽ, തമ്മിൽ കലഹിക്കാതിരിക്കുന്നതിൽ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എന്നാൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കരുത്. ഒരു മുറിയിലേക്ക് പോയി നിങ്ങൾ പരസ്പരം അതേപ്പറ്റി സംസാരിക്കുക. നിങ്ങൾ തമ്മിൽ തമ്മിൽ കലഹിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ മക്കൾ കേൾക്കാനിടയാകരുത്. അതൊരിക്കലും അവരുടെ മുമ്പിൽ വെച്ചാകരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്തപ്പം വേണം അത് പരിഹരിക്കാൻ. അവർ കേൾക്കുന്നത് നല്ലതല്ല ഒരിക്കലും. നിങ്ങൾ തമ്മിലുള്ള ഒരുമ നിങ്ങളുടെ മക്കൾ കാണേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അത് കാണുന്നത് സദൃശവാക്യങ്ങളിലാണ്. അതിൻ്റെ 22-ാം അധ്യായത്തിൽ വായിക്കുന്ന പ്രകാരമാണ്. 6-ാം വാക്യം: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറുകയില്ല. അവരെ അനുസരണം പഠിപ്പിക്കാൻ അവർ വലുതാകുന്നവരെ നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. 1 വയസ്സ് പ്രായമാകുമ്പം അവരെ അനുസരണം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങണം. 1 വയസ്സ് പ്രായമായ ഒരു കുട്ടിക്ക് നിങ്ങൾ പറയുന്ന ഭാഷ മനസ്സിലാകുകയില്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ആ പദം വേണ്ട. ഞാനത് കണ്ടിട്ടുണ്ട്. വേണ്ട എന്ന് പറഞ്ഞാൽ 1 വയസ്സുള്ള കുട്ടിക്കും മനസ്സിലാകും. അവരൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്നു വേണ്ട. അവർ നിങ്ങളെ നോക്കുമ്പം നിങ്ങളുടെ നോട്ടത്തിൽ നിന്ന് ഭാഷ അറിയത്തിൽ നീ എന്താ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. 2-3 പ്രാവശ്യം നീ അത് പറഞ്ഞു കഴിയുമ്പം വേണ്ട എന്നുള്ള പദം അവർക്ക് മനസ്സിലാവും. വേണ്ട എന്ന് പറയേണ്ട ചില കാര്യങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാകും. എന്നാൽ ആ ഒരു കാര്യം മാത്രമല്ല, കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ പദം കേട്ടുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും വേണ്ട 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 എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ശരിയെന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം. ഭവനം കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ഇടമാണ്. നമുക്കെപ്പോഴും നിഷേധാത്മകമായിട്ടൊരു നിലപാടുണ്ടായിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ചടക്കം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൽപ്പന ദൈവവചനത്തിൽ പറയുന്നുള്ളൂ: കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇതല്ലാതെ മറ്റൊരു കൽപ്പനയില്ല.
അതുകൊണ്ട് നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ. അനുസരണക്കേട് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ അനുസരണക്കേടിനും നിങ്ങളവരെ അടിക്കണമെന്നുള്ളതല്ല. പല തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് അവർ കളിക്കാൻ പോകുന്ന സമയമാകുന്നു. ഇന്ന് നിങ്ങളെ അവരനുസരിച്ചില്ല, നിങ്ങളവരെ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറയണം, നീ പോയി നിൻ്റെ കിടക്കയിൽ അരമണിക്കൂർ വിശ്രമിക്കുക. നിൻ്റെ മറ്റ് സഹോദരന്മാരൊക്കെ കളിക്കാൻ പോട്ടെ, നീ അരമണിക്കൂർ കട്ടിലിൽ കിടക്കുക. അത് ഒരു തരത്തിലുള്ള ശിക്ഷയാണ്. ആ മൂലയിൽ പോയി ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുക അരമണിക്കൂർ. അടിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ മാർഗമാണ്, മറ്റൊന്നും ഫലിക്കാതെ വരുമ്പം. ഒരു വയസ്സിൽ തന്നെ അവരെ അനുസരണം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അനുസരണമുള്ളവരായിരിക്കാനായിട്ട്, അവർ പ്രായമാകുമ്പോഴും അനുസരിക്കാനായിട്ട് അത് അവരെ സഹായിക്കും. എന്നാൽ നിങ്ങൾ മൃദുഭാവമുള്ളവനായിട്ട് നിങ്ങൾ പറയാണ്, ഓക്കെ അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അവർ ചെറിയ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ദൈവവചനം എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ ആ നിഷ്കളങ്കനായ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സദൃശ്യവാക്യം 22:15 വാക്യം. സദൃശ്യവാക്യം 22:15. ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളുടെ നിഷ്കളങ്കനായ ആ ശിശുവിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഭോഷത്വം. അതിനെ അവനിൽ നിന്ന് എങ്ങനെ അകറ്റാം? ഒരു ചെറിയ വടി കൊണ്ട്. ഞാൻ ചിന്തിക്കുന്നു, ശിശുവിൻ്റെ പുറകിൽ ധാരാളം മാംസം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ അവൻ്റെ എല്ല് പൊട്ടിപ്പോകത്തില്ല. കുഞ്ഞിൻ്റെ ആ പിൻഭാഗവും അവൻ്റെ ഹൃദയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസമില്ലെങ്കിൽ ശ്രമിച്ചു നോക്കുക. പിൻഭാഗത്തെ വടി ഉപയോഗിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭോഷത്വം മാറിപ്പോകും. പെട്ടെന്ന് അനുസരണം പൊങ്ങി വരും. വടി പുറകിൽ ഉപയോഗിക്കുമ്പോൾ അനുസരണം ഉടനെ പൊങ്ങി വരും. ഹൃദയവും അവിടെയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്നാൽ 15-16 വയസ്സിന് ശേഷമാണെങ്കിൽ നിങ്ങൾ താമസിച്ചു പോയി. അവർ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങണം. ചെറുപ്പത്തിൽ തന്നെ അത് തുടങ്ങിയാൽ അത് വളരെ ആയാസമില്ലാത്ത ഒരു കാര്യമായിരിക്കും. എൻ്റെ ഈ കുഞ്ഞ്, അതിൻ്റെ ഉള്ളിൽ ഭോഷത്വം ഉണ്ട്. ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ്. ഞങ്ങൾക്ക് അവനെ അതിൽ നിന്ന് രക്ഷിക്കണം. കർത്താവെ, എനിക്ക് ജ്ഞാനം തരണേ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും, അവരെ സ്നേഹിക്കുന്നത്, കരുതുന്നത്, അവർക്ക് മുത്തം കൊടുക്കുന്നതും വാരിപ്പുണരുന്നതും, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാലും നമ്മൾ അതൊക്കെ തന്നെ അവർക്ക് ചെയ്യണം. അവർക്ക് 15-16 വയസ്സായാലും നമ്മളത് ചെയ്യണം. ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്ക് വേണ്ടിയ കരുതലും സംരക്ഷണവും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതോടുകൂടി നമ്മൾ ചെയ്യേണ്ടത്, മറ്റെല്ലാ ത്യാഗങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം അനുസരണം പഠിപ്പിക്കാനും നമ്മൾ മറന്നു പോകരുത്. അവരെ അനുസരിക്കാനായിട്ട് പഠിപ്പിക്കുക. 2 കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. രണ്ടാമത്, ഒരിക്കലും കള്ളം പറയരുത്. വീട്ടിൽ നീ എന്ത് പൊട്ടിച്ചോ എന്നുള്ളതല്ല, എന്നാൽ നീ കള്ളം പറയരുത്. എൻ്റെ മക്കൾ കസേര തിരിച്ചിടുകയോ ഇവിടെ ചാടുകയോ അവിടെ ചാടുകയോ എന്തെങ്കിലും പൊട്ടിക്കുകയോ ഒന്നും എന്നെ വിഷമിപ്പിക്കാറില്ല. കളിച്ച് അവിടെയൊക്കെ അലങ്കോലമാക്കിയാലും അതെന്നെ വിഷമിപ്പിക്കാറില്ല. പല ആളുകളുടെയും വിഷയം അതാണ്, എല്ലാം വെച്ചെടുത്ത് അതുപോലെ തന്നെ ഇരിക്കണം. നല്ലതാണ്, ഞാനതിനെതിരല്ല. എന്നാൽ എന്നെ വിഷമിപ്പിക്കുന്ന അവരൊരു കള്ളം പറയുന്നതാണ്. മുറി വൃത്തികേടാക്കുന്നതിനേക്കാൾ 10,000 തവണ ഗുരുതരമായ കാര്യമാണത്. ഒരു ഫോഷ്ക്. പിശാച് ഫോഷ്കിൻ്റെ പിതാവാണെന്ന് യോഹന്നാൻ 8:44 പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പിശാചിൻ്റെ മക്കളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനാണ് ഫോഷ്കിൻ്റെ പിതാവ്. ഇവിടെ എൻ്റെ മക്കളെ അവരുടെ നാവ് പിശാചിന് കൊടുത്ത് അവരെന്നോടൊരു ഫോഷ്ക് പറയുന്നു. അത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക, ഒരിക്കലും കള്ളം പറയാതിരിക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മക്കളെ പഠിപ്പിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 1 വയസ്സിലുള്ള പ്രായത്തിൽ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. വിട്ടുകളയരുത്. നിൻ്റെ മക്കൾ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. ഇനിയും പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി പറയും, കർത്താവെ ക്ഷമിക്കണം, മുമ്പ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അറിവില്ലായ്മ കാലങ്ങളെ ഗണ്യമാക്കരുത്. ഞാനിപ്പോൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ എന്നെ സഹായിക്കണം. എൻ്റെ മക്കളെ അനുസരണത്തെ വളർത്താനായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഗൗരവമുള്ളവനാണ്. അവിടുത്തെ മകനായിട്ടും അങ്ങേ അനുസരിക്കുന്നവനായിട്ടും അവരെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ അനുസരിക്കാൻ അവർ പഠിക്കണം.
അതുകൊണ്ട് ഇത് ഗൗരവത്തിലെടുക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മക്കൾ വളർന്ന് വീട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം, അവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, അധാർമികതയിലേക്ക് പോയിട്ടുണ്ടാകാം. ഇവിടെയുള്ള ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം. അവർക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു കയറ് പോലാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കെട്ടാം. ആ കയറിന് വളരെ നീളമുണ്ടായിരിക്കാം, അവർ കുറേ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു ദിവസം ആ കയറ് മുറുകും. അന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ മടങ്ങി വരും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭാര്യയും ഭർത്താവും നിങ്ങൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ മുട്ടയിൽ നിന്ന് അവരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുക. അവർ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർ നിശ്ചയമായിട്ട് മടങ്ങി വരും. ദൈവം പ്രാർത്ഥന കേൾക്കും. നമുക്ക് ആ വിശ്വാസമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവെ, ഈ നാളുകളിൽ ലോകമെമ്പാടും കുടുംബങ്ങളെ പിശാച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലും സ്കൂളിലും സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സഭകളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സുരക്ഷിതരാക്കി സൂക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവിക ഭവനങ്ങളാക്കി തീർക്കണേ. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണേ. അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറയാൻ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും നീ ആഗ്രഹിക്കുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാൻ, അതുപോലെ മാതാപിതാക്കളായിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.